എനിക്ക് ശ്വാസം കിട്ടുന്നില്ല ഹിറ്റ്ലറെ. അയ്യോ ഞാനിപ്പോ ചത്തുവേ. എന്നെ ഒന്ന് രക്ഷിക്കോ. ബേക്കറിക്കാരി നോക്ക്, നിന്നെ കാണാതെ എന്റെ അമ്മയോട് വലിയ സങ്കടത്തില. അവിടെ എത്താൻ എന്തെങ്കിലും ഒരു ക്ലൂതാ. എങ്ങനെയും തപ്പി പിടിച്ച് ഞാൻ അവിടെ എത്താം. ക്ലൂ? എനിക്ക് ക്ലൂ ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്റെ അമ്മ എന്റെ ശ്വാസം പോകുന്നേ. എനിക്കിനി സംസാരിക്കാൻ പറ്റൂല. എനിക്ക് പറ്റുന്നില്ല. മൈ ഗോഡ്, അവള് മിക്കവാറും ബോധം കെടും. ഇനി വൈകിയാൽ അവളെ ജീവനോടെ കിട്ടില്ല. കമ്മീഷണറെ ഒന്ന് വിളിച്ചാലോ? Damn it. ഇയാളത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് എവിടെ പോയി കിടക്കുന്നു? ഇഡിയറ്റ്. അയ്യോ ദൈവമേ, മരിക്കാൻ നേരത്തെ ദുസ്വപ്നാണല്ലോ കാണുന്നത്. ശ്വാസം മുട്ടുന്നു. ഇവിടെ ആരുമില്ലേ? എന്നെ ഒന്ന് രക്ഷിക്കാൻ ആരുമില്ലേ ഇവിടെ? അമ്മേ, അമ്മ ഇങ്ങനെ വിഷമിക്കണ്ട. ഡി കെ ജ്യോതി അന്വേഷിച്ചു പോയിട്ടുണ്ടല്ലോ. ജ്യോതിയെ ഡി കെ കൂട്ടിക്കൊണ്ടുവരും. ഈ അമ്മ ഇങ്ങനെ കരഞ്ഞ് ബഹളം വെച്ചിട്ടാ ഡി കെ അവളെ അന്വേഷിച്ചു പോയത്. എന്തിനാ ഒരു ആവശ്യമില്ലാതെ അമ്മ ഇങ്ങനെ കരയുന്നത്? എന്റെ മരുമകള് ഈ വീട്ടിൽ തിരിച്ചു വരുന്നവരെ ആരും എന്നോട് സംസാരിക്കണ്ട. അമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ച് BP കൂട്ടണ്ട. ഡി കെ അമ്മയുടെ മരുമകളെ കൊണ്ടുവരും. പക്ഷേ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും ദീപാവലി കഴിയും. അമ്മ സമാധാനിക്ക്. ജ്യോതി വരും. അവള് തിരിച്ചു വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. പക്ഷേ ഇപ്പൊ നടക്കുന്ന പൂജ പൂർത്തിയാക്കണം. ദീപാവലിയില് ലക്ഷ്മി പൂജ തുടങ്ങിയ ശേഷം ഇങ്ങനെ പാതിയിൽ മുടങ്ങുന്നത് അശുഭമാ. പൂജ കഴിഞ്ഞാലെങ്കിലും ജ്യോതി തിരിച്ചു വരാൻ വേണ്ടി നമ്മൾ ഇപ്പോഴീ പൂജ തുടങ്ങണ്ടേ അമ്മ? തൽക്കാലം മായേച്ചി പൂജ ചെയ്ത് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ചിത്ര പറഞ്ഞത് ശരിയമ്മേ, ഞാൻ ഈ പൂജ ചെയ്യാം. ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജ്യോതിക്ക് വേണ്ടി നമുക്ക് ഈ പൂജ നടത്താം അമ്മേ. അതെ, നിങ്ങൾ ഒരു കാര്യം ഇനിയെങ്കിലും മനസ്സിലാക്കിക്കും. ഇവിടെയുള്ള നിങ്ങളുടെ എല്ലാ സ്ഥാനവും അവകാശങ്ങളും എപ്പോഴും നിങ്ങൾക്ക് തന്നെയായിരിക്കും. നിങ്ങളുടെ അധികാരം പിടിച്ചെടുക്കാൻ ഇവിടെ ആരും വരില്ല. എന്റെ മോനും ജ്യോതിയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം വരുന്ന ദീപാവലിയല്ലേ ഇത്? അതുകൊണ്ട് അവള് വന്നാൽ മാത്രമേ ഈ പൂജ നടക്കൂ. ജ്യോതി അല്ലാതെ വേറെ ആരും ഈ പൂജ ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. എന്നെ മയക്ക് അങ്ങനെ പൂജ ചെയ്യാമെന്ന് ആരും വ്യാമോഹിക്കുകയും വേണ്ട. മനസ്സിലായല്ലോ? ഗോ 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 ഗോന്ന്. എന്റെ കണ്ണ, എന്റെ ബേട്ടിയെ നീ നോക്കിക്കോണേ.
കൃഷ്ണ. ഛേ, മുടിഞ്ഞ മഴയാണല്ലോ. ഇനിയിപ്പോ അവൾ എവിടെ പോയി കണ്ടുപിടിക്കും? ഓ ഗോഡ്, റേഞ്ച് ഉണ്ട്. ജ്യോതി, ഹിറ്റ്ലറെ എടി ജ്യോതി, സംസാരിക്കടി. ഹലോ, നീ ഇപ്പോൾ ഉള്ള സ്ഥലം ഏതാണെന്ന് വല്ല പിടുത്തം കിട്ടുന്നുണ്ടോ? ഈസ്റ്റ് ആണോ അതോ വെസ്റ്റ് ആണോ? വെസ്റ്റോ? പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണോ ഉദ്ദേശിച്ചത്? അല്ല ഹിറ്റ്ലറെ, എന്റെ ജീവൻ വേസ്റ്റ് ആയിട്ട് പോവാന്നാ തോന്നുന്നേ. ഞാനിപ്പോ മരിക്കും. എടി ബേക്കറിക്കാരി, ചാവാൻ നിനക്ക് ഇത്രയ്ക്ക് ധൃതിയാണോ? മരണത്തെക്കുറിച്ച് സംസാരിക്കാതെ നീ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കേ. ലേഡി മാൻഡ്രേക്ക്, കണ്ടോ, എന്നെ വീണ്ടും ബേക്കറിക്കാരിന്ന് മാൻഡ്രേക്കെന്നൊക്കെ വിളിക്കുന്നു. കഷ്ടം. മരിക്കാൻ പോകുന്നവളോട് ഇത്രയ്ക്ക് ക്രൂരത കാണിക്കല്ലേ ഡീക്കെ? ശരി ശരി, ഇനി ഞാൻ അങ്ങനെ വിളിക്കില്ല. നീ എവിടെയാണെന്നും ഞാൻ അങ്ങനെ അറിയും. ഞാനേ മൊത്തം ബ്ലാങ്കായി. നീ നന്നായിട്ടൊന്ന് ഫോക്കസ് ചെയ്യും. ചുറ്റും എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? കേക്കുന്നുണ്ട്. എന്താ കേൾക്കുന്നത്? ഒരു കുക്കറിന്റെ വിസിൽ ശബ്ദം കേൾക്കുന്നുണ്ട്. നിനക്ക് തല കറങ്ങുന്നോണ്ട് അങ്ങനെ തോന്നുന്നത്. കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടിരിക്കടി. മനസ്സിന്റെ ധൈര്യം കൈവിടരുത്. എന്നെ കൊണ്ട് ഒന്നിനും പറ്റുന്നില്ല. നിങ്ങൾ എപ്പോഴും പറയുന്നത് ശരിയാ. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എടി ബേക്കറിക്കാരി, എടി വൃത്തികെട്ടവളെ, എന്നെ എന്തിനാ ഇങ്ങനെ ചീത്ത പറയുന്നത്? ഇനി ഞാൻ നിങ്ങളോട് ഒരു വഴക്കിനോ ഇല്ലേ? നിന്നെ ആരെങ്കിലും ചീത്ത പറയുമ്പോഴാ നിന്റെ എനർജി ലെവൽ കൂടുന്നത്. അതുകൊണ്ടാ നിന്നെ ഞാനിപ്പോ ചീത്ത പറഞ്ഞത്. സത്യമായിട്ടും അല്ലാതെ എന്നെ ചീത്ത പറയാൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞല്ലോ. അല്ല, ഇനി ഞാൻ നിന്നെ വഴക്ക് പറയില്ല. പോരെ, ധൈര്യമായിട്ടിരിക്കെ. ഞാൻ വരുന്നവരെ അതിനകത്തിരിക്കാൻ നിനക്ക് പറ്റും. നിന്നെ കൊണ്ട് അതിന് കഴിയും. ഇന്നു മുതൽ നിന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന് ഞാൻ പറയില്ല. യു ക്യാൻ, യു വിൽ. നിന്നെ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റും. സത്യാണോ? യെസ്, സത്യം. അപ്പോ നിങ്ങൾ ഇനി എന്നെ വഴക്ക് പറയില്ല? ഇല്ല. പിന്നെ ഇത്രയും നാള് നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞു എന്തിനാ? ഇപ്പൊ ഞാൻ കുറച്ച് ശരിയായിട്ടുണ്ട്. തളർച്ച പതിയെ മാറുന്നുണ്ട്. പക്ഷെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾ എന്താ ചെയ്യാത്തെ? എന്ത് കാര്യം? എന്റെ ഫോണിലേക്ക് ഒരിത്തിരി നെറ്റ് ചാർജ് ചെയ്ത് തന്നൂടായിരുന്നു. അത് ഇതുവരെ നിങ്ങൾ ചെയ്തോ? ഈ വെപ്രാളത്തടിയിൽ ഞാൻ അതങ്ങ് മറന്നു. ചിലപ്പോ ഞാൻ ഇങ്ങനെയാ, ടെൻഷനായി കഴിഞ്ഞാൽ എല്ലാം മറന്നു. ഞാനിപ്പോ റീചാർജ് ചെയ്യാം. നീ എനിക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്താൽ മതി. അതെ, റീചാർജ് ചെയ്യുമ്പോ 499 രൂപയ്ക്ക് എന്നെ ചെയ്യണേ. 4 GB എക്സ്ട്രാ കിട്ടും. പിശുക്കല്ലേ? ഈ സമയത്ത് നീ ഓഫറിനെ കുറിച്ചാണോ സംസാരിക്കുന്നത്? ചെയ്യുന്നത് നിങ്ങളായതുകൊണ്ടാ ഞാൻ ഓർമ്മിപ്പിച്ച്. ഓ ശരി, 499 തന്നെ ചെയ്തേക്കാം. ഓക്കെ. കൃഷ്ണ, ഹലോ. നെറ്റ് ചാർജ് ചെയ്തിട്ടുണ്ട്. വേ ലൊക്കേഷൻ ആക്കി നോക്കട്ടെ. വന്നാ
ടിങ് ടിങ് എന്ന് പറഞ്ഞ് ശബ്ദം വരേണ്ടതാണല്ലോ. ഏ ആ വന്നു വന്നു. ഞാനിപ്പോ വെക്കേഷൻ അയക്കാമേ. വെക്കേഷൻ അല്ല, ലൊക്കേഷൻ. ഓ, ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാ. ഈ ടൈമില് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നോക്കേണ്ട വല്ല കാര്യമുണ്ട് എന്റെ ചേട്ടാ. ലൊക്കേഷൻ അയക്കുവാ. ഹിറ്റ്ലറെ കിട്ടിയാ? ഓ ഷിറ്റ്. എന്തു പറ്റി? നീ ഉള്ള ലൊക്കേഷൻ എപ്പോഴേ കഴിഞ്ഞു. കുറച്ചു ദൂരം മുമ്പിലാ ഞാനിപ്പോ. അയ്യോ, പോയോ എന്റെ ഈശ്വരാ. ടെൻഷൻ അടിക്കണ്ട, ഞാൻ യു ടേൺ എടുക്കാം. ഞാൻ തിരിച്ചു വന്നോണ്ടിരിക്കുക, നീ ടെൻഷൻ അടിക്കണ്ട. ഹലോ ഹലോ, എന്താ? അയ്യോ, ഞാനിവിടെ ജീവനോടെ ഉണ്ട് ചേട്ടാ. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. അമ്മോ, കണ്ണടഞ്ഞു പോകുന്നു. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. നോ 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 നോ, മയങ്ങി പോരുത്. ഞാനേ ഇപ്പൊ എത്തും. സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിലേ ഞാൻ പറയുന്നത് കേൾക്ക്. എന്താ? പണ്ടൊരിക്കൽ സ്കൂളിൽ പഠിക്കുമ്പോ എനിക്കും ഇതുപോലെ സംഭവിച്ചിരുന്നു. ഓ, നിങ്ങളെന്താ കഥ പറയാൻ പോവാണ്? കഥയാണ്, പക്ഷേ ഇത് സംഭവിച്ച കഥയാണെന്നേ ഉള്ളൂ. ഒരിക്കൽ കുട്ടികളുടെ കൂടെ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ടിരുന്നപ്പോ. എന്തോന്നാ ഹൈഡ് ആൻഡ് സീക്ക്? എന്താ കേട്ടിട്ടില്ലേ? ഒളിച്ചു കളി. ഓ, ഞങ്ങളുടെ നാട്ടിൽ അതിന് സാറ്റ് കളി എന്ന് പറയും. ഈ 50 വരെ എണ്ണുന്നതിനിടയിൽ കളിക്കുന്ന കളിയല്ലേ? അതെ അതെ, ഇപ്പൊ മനസ്സിലായി. പറഞ്ഞു. അങ്ങനെ പഴയ സാധനങ്ങൾ കൂട്ടിയിടുന്ന ഒരാക്രി മുറിക്കകത്തായിപ്പോയി ഞാൻ. ഇതിന്റെ കാവൽക്കാരൻ ഞാൻ അകത്തുണ്ടെന്നറിയാതെ ഡോർ അടച്ച് സ്ഥലം വിട്ടു. എന്നിട്ട് കുറച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ശ്വാസം മുട്ടി. ഞാൻ ഉറക്കെ നിലവിളിച്ചിട്ടും ആരും കേട്ടില്ല. ശ്വാസം മുട്ടി ഞാൻ മരിക്കുമെന്ന് തോന്നി. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ. അതെങ്ങനെ? എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഓ, കോമഡി ആയിരിക്കും. അല്ല, ട്രാജഡി. അതുകൊണ്ടല്ലേ എനിക്കിപ്പോ ഈ ട്രാജഡി പറ്റിയത്. നീ എന്നെ കളിയാക്കുവാണോ? അയ്യോ, നിങ്ങളല്ലേ പറയുന്നത് കേൾക്കാൻ. കേട്ട കാര്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു, അത്രേ ഉള്ളൂ. വെരി ഗുഡ്. ഇതിനാണ് നിന്നോട് ഞാൻ ഈ കഥ പറഞ്ഞത്. ഇതുപോലെ സ്മാർട്ടായിട്ടിരിക്കും. ഞാൻ അവിടേക്ക് എത്താറായി. അതെ, നീ ഒന്ന് ശ്രദ്ധിച്ചേ. എവിടുന്നെങ്കിലും എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? ഒന്ന് കണ്ണടച്ചിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. അയ്യോ, എന്റെ ദൈവമേ, എന്തു പറ്റി? കണ്ണടച്ചപ്പോ ഞാനൊരു ദുസ്വപ്നം കണ്ടതാ. എന്ത് സ്വപ്നം? നമ്മുടെ കല്യാണം. ഓ ഷിറ്റ്. നിങ്ങൾ ആരാ? സുരേഷ് ഗോപിയോ? ഇതിനിടയ്ക്കിടയ്ക്ക് ഷിറ്റ് പറയാ. ഓ, ഇപ്പൊ തന്നെ 3-4 തവണയായി. അല്ല, മമ്മൂട്ടി. ജോസഫ് അലക്സ് IAS, ദ കിങ്. നീയേ അവിടെ അത് എണ്ണിക്കൊണ്ടിരുന്നോ? കൊള്ള. ഈ ഓഞ്ഞ മോന്തയും കള്ളവയറും സാമവാദം പിടിച്ചതുപോലെയുള്ള നടത്തവും കൊണ്ടങ്ങ് ചെന്നേച്ചാ മതി. മമ്മൂട്ടിയല്ല, അമിതാഭ് ബച്ചനാവും. നിന്നെ എന്റെ കയ്യിൽ കിട്ടിയോണ്ടല്ലോ. ദേ,
മര്യാദയ്ക്ക് ചുറ്റിലും വല്ല ശബ്ദവും കേൾക്കുന്നുണ്ടോ നോക്ക്. അവിടെ അമ്പലത്തിലെ സൗണ്ടോ, ട്രെയിൻ സൗണ്ടോ, സ്കൂളിലെ മണിയടിയോ, ഏതെങ്കിലും വാങ്കുവിളി ശബ്ദമോ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു നോക്ക്. മത്തി 100, 2 കിലോ മത്തി 100 രൂപ. കടയ്ക്കണ മത്തി. മത്തി 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 100 രൂപ. 2 കിലോ മത്തി 100 രൂപ. 2 കിലോ 100 രൂപ. മത്തി 100. മത്തി 100 രൂപ. മത്തി 100 രൂപ. അങ്ങനെ കേൾക്കുന്നുണ്ട്. എന്താ പറഞ്ഞേ? മത്തി 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 2 കിലോയ്ക്ക് 100 രൂപ പറയുന്നുണ്ട്. നല്ല വിലക്കുറവാണല്ലോ. മത്തി വാങ്ങിക്കുന്നുണ്ടോ? നിനക്കിപ്പോ മത്തിയാണോ വേണ്ടത്, ജീവനാണോ വേണ്ടത്? അല്ല, മത്തി 2 കിലോയ്ക്ക് 100 ആരോ വിളിക്കണത് കേട്ടോ. അയ്യോ, കടയിൽ 1 കിലോയ്ക്ക് 200 രൂപയോ? അപ്പൊ ലാഭമല്ലേ? അയാളോട് അവിടെ നിൽക്കാൻ പറ. നിനക്കിപ്പോ മത്തിയാണോ വലുത് അതോ ജീവനാണോ വലുത്? അവനെ പിടിച്ച എന്റെ ലൊക്കേഷൻ കിട്ടും. അവനിവിടെ അടുത്ത് എവിടെയോ ഉണ്ട്. യെസ്, ഞാൻ ലൊക്കേഷൻ എത്താറായി. ഞാനിപ്പോ എത്തും. ഇപ്പൊ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇതിനകത്തൊന്നും എനിക്കൊന്നും കാണുന്നില്ലെന്നേ. കണ്ണു മറയുന്നു. ഇനി എന്നെ കൊണ്ട് ഒന്നും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലറേ, പ്ലീസ് എന്നെ രക്ഷിക്ക. ജ്യോതി, ജ്യോതി, ഹലോ ജ്യോതി. ഇങ്ങനെ പെയിന്റ് ചെയ്യണം, നല്ല ഭംഗിയില്. എന്നാലേ ചിരാത് കത്തിക്കുമ്പോ മൊത്തത്തിലൊരു ഭംഗി വരും. ചിത്രേ, ചിത്രേ, നീ എന്തായി ആലോചിക്കുന്നേ? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അല്ല മായേച്ചി, സത്യത്തിൽ നമ്മൾ ഈ ചെയ്യുന്നത് ശരിയാണോ? എന്ത്? ഈ വീട്ടിലെ ഒരാളെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയത്. കാര്യം നമ്മുടെ ശത്രുവാണെങ്കിലും അവള് DKയുടെ ഭാര്യ. അതിന് അവളില്ലാതെ നമ്മൾ ഈ ദീപാവലി ആഘോഷിക്കുന്നത് ശരിയാണോ മായേച്ചി? അതിനൊരു കുഴപ്പമില്ല. അവളെ പോലീസുകാര് കണ്ടുപിടിച്ചോളും. അല്ലെങ്കിൽ DK തന്നെ പോയി രക്ഷപ്പെടുത്തി കൊണ്ടുവരും. പക്ഷേ ദീപാവലി പൂജയും അതിന്റെ ചടങ്ങുകളും അത് മുടക്കാൻ പറ്റില്ല. അല്ല, എന്നാലും അവളെ കിഡ്നാപ്പ് ചെയ്തത് ആരായിരിക്കും? കാശിന് വേണ്ടിയായിരിക്കും. കാശിന് വേണ്ടിയായിരുന്നെങ്കിൽ തട്ടിക്കൊണ്ടുപോയവര് ഇതിനകം DKയോട് പണം ചോദിച്ചാണ്. എവിടെയോ ഒരിടത്ത് ജ്യോതി അടച്ചിട്ടിരിക്കുന്ന DK പറഞ്ഞത്. ജ്യോതിയോടുള്ള ദേഷ്യം കൊണ്ട് ആരെങ്കിലും ചെയ്തതായിരിക്കോ മായേച്ചി? നമുക്കൊക്കെ അവളോട് എതിർപ്പുണ്ട്. പക്ഷെ നമ്മളൊന്നും അവളോട് ഇങ്ങനെ ചെയ്യില്ലല്ലോ. ചെയ്യൂ മായേച്ചി? ഇപ്പൊ തന്നെ പൂജ അവള് ചെയ്താ മതിയെന്ന് അമ്മ പറഞ്ഞു. അപ്പോ മായേച്ചിക്ക് അവളോട് ദേഷ്യം തോന്നാം. എന്നുവെച്ച് ചേച്ചി അവളോട് ഇങ്ങനെ ചെയ്യൂ? നിർത്തടി. അവൾക്ക് ഈ വീട്ടിൽ വരാനുള്ള യോഗ്യത പോലുമില്ല. പിന്നെ അവൾക്ക് പൂജ ചെയ്യാനുള്ള അവകാശമുണ്ടോ? DK പോലും അവളെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല. അവകാശം ഇല്ലാത്തടത്ത് ഇടിച്ചു കയറി വരുന്നവർക്ക് ഇതും ഇതിനപ്പുറമൊക്കെ അനുഭവിക്കേണ്ടി വരും. അതിന് നീ വെറുതെ ആവശ്യമില്ലാത്ത അർത്ഥങ്ങൾ കൽപ്പിച്ചു കൂട്ടണ്ട. മനസ്സിലായോ? അല്ല, അതിന് മായേച്ചി എന്തിനാ എന്നോട് ചൂടാവുന്ന? അപ്പൊ മായേച്ചിക്ക് ഇതിൽ എന്തോ പങ്കുണ്ട്. എങ്കിൽ പിന്നെ അതൊന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ. എന്നോടാ കളി?
ഉം.